ചൂരൽമലയിൽ ഉരുൾപൊട്ടലുണ്ടായി മാസങ്ങൾ പിന്നിട്ടിട്ടും കേന്ദ്രത്തിൻ്റെ യാതൊരു സഹായവും, ഒരു വായ്പയല്ലാതെ മറ്റൊരു സഹായവും കേരളത്തിന് ലഭിച്ചിട്ടില്ല. വയനാട്ടിൽ നിന്ന് ഇടതു മുന്നണി പ്രവർത്തകർ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സമരം ചെയ്യാൻ വേണ്ടി ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. CK ശശീന്ദ്രൻ മുൻ MLA മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് തന്നെ സമരം ചെയ്യണം എന്ന് നിശ്ചയിക്കാനുള്ള ഒരു കാരണം എന്താണ്? ചുരൽമല മുണ്ടക്കൈ ദുരന്തമുണ്ടായപ്പോൾ അത് തീവ്ര ദുരന്തമായതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നേരിട്ട് ഈ സ്ഥലമെല്ലാം സന്ദർശിക്കുകയും അവിടെ ഉണ്ടായ കെടുതികളുടെ ഭയാനകത അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്തതാണ്. അതിനുശേഷം കൽപ്പറ്റ സിവിൽ സ്റ്റേഷനിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മറ്റ് മന്ത്രിമാർ, ജനപ്രതിനിധികൾ അവരുടെ എല്ലാം അവലോകനത്തിന് ശേഷം പ്രധാനമന്ത്രി പരസ്യമായി പറഞ്ഞൊരു കാര്യം, ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട പുനരധിവാസത്തിന് പണം ഒരു തടസ്സമാവില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം കേരളം വിട്ടിരുന്നത്. വയനാട് സന്ദർശനം പൂർത്തിയാക്കി തിരിച്ചു പോയത്. പക്ഷെ പിന്നീട് ഒരു തീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാൻ തന്നെ മാസങ്ങളെടുത്തു. കേരളത്തിലെ ഗവൺമെൻറ് പറഞ്ഞിരുന്നത് L3 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി തീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നായിരുന്നു. മാസങ്ങൾക്ക് ശേഷമാണ് ഒരു പ്രഖ്യാപനം ഉണ്ടായത്. പ്രഖ്യാപനം കടലാസിൽ ഒതുങ്ങുന്നതല്ലാതെ കേരളത്തിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. തീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചാൽ ദേശവൽകൃത ബാങ്കുകളിലെ കടങ്ങൾ എഴുതിത്തള്ളാൻ വഴിയും യാതൊരു നടപടിയും കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചിട്ടില്ല. ഇന്ത്യയിലെ മുഴുവൻ MP-മാർക്കും 1 കോടി രൂപ വരെ വേണമെങ്കിൽ സംഭാവന ചെയ്യാം, ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച്. അതിനുള്ള നടപടിയില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും സംഭാവന സ്വീകരിക്കാം. തീവ്ര ദുരന്തത്തിന് യാതൊരു നടപടി സ്വീകരിച്ചില്ല. വലിയ പ്രതിഷേധം ഉയർന്നപ്പോൾ തീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചു എന്നല്ലാതെ ഒരു ഗുണം ഉണ്ടായില്ല. കേരളത്തിൽ ദുരന്തമുണ്ടായ ശേഷം 4 പേർ മരിച്ച ത്രിപുരയ്ക്ക് 40 കോടി രൂപ കൊടുത്തു. ഇവിടെ 298 പേർ മരിച്ചതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം ആന്ധ്രയ്ക്കും തെലങ്കാനയ്ക്കും കൂടി 3448 കോടി രൂപ കൊടുത്തു. തമിഴ്നാടിന് 944 കോടി രൂപ കൊടുത്തു. കേരളം നിരന്തരമായി ആവശ്യപ്പെട്ടപ്പോൾ ചില വിദണ്ഡവാദങ്ങൾ ഉന്നയിച്ച് ആവശ്യമായ അപേക്ഷ തന്നിട്ടില്ല, കണക്ക് തന്നിട്ടില്ല, മെമ്മോറാണ്ടം വിശദമല്ല തുടങ്ങിയിട്ടുള്ള ന്യായവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തടസ്സപ്പെടുത്തുന്ന സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. കേന്ദ്രത്തിൻ്റെ ചുമതലയാണ്. ഫെഡറൽ തത്വങ്ങളനുസരിച്ചുകൊണ്ട് ദുരന്തമുണ്ടായി കഴിഞ്ഞാൽ പരസ്പരം സഹായിക്കുക എന്നുള്ളത് കേന്ദ്രത്തിൻ്റെ ചുമതലയാണ്. ഏറ്റവും ഒടുവിൽ കേരള ഗവൺമെൻറ് 2000 കോടി രൂപ ചോദിച്ചു. ഒരു പൈസയും തന്നില്ല എന്ന് മാത്രമല്ല, ബജറ്റിൽ കേരളം എന്ന പദം പോലും ഉപയോഗിച്ചില്ല. അതിനുശേഷം 259.5 കോടി രൂപ 50 കൊല്ലത്തെ വായ്പ കൊണ്ട് തിരിച്ചടയ്ക്കണമെന്നും മാർച്ച് 30-നകം പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു അലോട്ട്മെൻറ്റ് നടത്തി. മറ്റ് സംസ്ഥാനങ്ങളൊന്നും തിരിച്ചടയ്ക്കണ്ട. കേരളത്തോട് കടുത്ത രാഷ്ട്രീയ വിഭജനം കേന്ദ്ര ഗവൺമെൻറ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ലളിതമാണ്. കാരണം മോദിയുടെ വർഗീയ അജണ്ട കേരളത്തിൽ നടപ്പിലാക്കാൻ തയ്യാറാകാതെ ദുരന്തമുണ്ടായപ്പോൾ തന്നെ എല്ലാ ജനങ്ങളെയും ചേർത്ത് പിടിച്ച് മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട്. അത് മോദിക്ക് ഇഷ്ടമാവുന്നില്ല. അതാണ് വിഷയം. ഏറ്റവും ലളിതമാണ് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വീട്ടിന് മുന്നിൽ പരസ്യമായി പറഞ്ഞ് വാക്കുപാലിക്കാത്ത വഞ്ചകനായ ഒരു പ്രധാനമന്ത്രി എന്ന് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വഞ്ചനാപരമായ നിലപാട് ലോകം അറിയണം. അതാണ് സമരം. കേരളത്തിലെ ഗവൺമെൻറ് ബജറ്റിൽ 750 കോടി രൂപ ടൗൺഷിപ്പിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ മാറ്റി താമസിക്കുന്നവരുടെ വാടക കേരളത്തിലെ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അവർക്ക് പ്രതിമാസം 18,000 രൂപ കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഒരു സംസ്ഥാന ഗവൺമെൻറ് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഏറ്റവും ഉയർന്ന നിരക്കിലുള്ള ഒരു കുടുംബം ടൗൺഷിപ്പിൽ വീടെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ 15 ലക്ഷം അവർക്ക് കൊടുക്കുന്നുണ്ട്. അവർക്ക് വേറെ സന്നദ്ധ സംഘടന വീട് വെച്ച് കൊടുത്താൽ ഈ കാശ് കൊടുക്കും. എത്ര ഇന്ത്യയിൽ തന്നെ അങ്ങനെ ഒരു നിലപാട് മറ്റ് സംസ്ഥാനങ്ങൾ സ്വീകരിക്കുന്നില്ല നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ പ്രധാനമന്ത്രി പരസ്യമായി പറഞ്ഞ വാക്ക് പാലിക്കാത്ത വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. അത് കേരളത്തോടുള്ള രാഷ്ട്രീയ വിരോധമാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ സമരം നടത്താൻ വേണ്ടി LDF തീരുമാനിച്ചത്. എന്തായാലും തിങ്കൾ ചൊവ്വ ദിവസങ്ങളാണ് രാപ്പകൽ സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. വയനാട്ടിൽ നിന്ന് ഇടതു മുന്നണി പ്രവർത്തകർ നേതാക്കളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഷിജു പട്ടൂത്തിനൊപ്പം ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.